എൻ്റെ എല്ലാ കുട്ടികൾക്കും മാസ്റ്റേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ശരാശരി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മളിട്ട ടെസ്റ്റ് പേപ്പർ 1ൻ്റെ ആൻസേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. ടെസ്റ്റ് പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെയുണ്ട്. നിങ്ങൾ എക്സാം എഴുതിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ എക്സാം എഴുതിയിട്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ ഷീറ്റ് വാട്സപ്പ് ചെയ്ത് തരിക. ഞങ്ങളത് കറക്റ്റ് നിങ്ങൾ തിരിച്ചയച്ച് തരുന്നതായിരിക്കും. അതിനുശേഷം മാത്രമേ വീഡിയോ കാണാനായിട്ട് നോക്കാം. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് നേരെ ഈ ടെസ്റ്റ് പേപ്പറിൻ്റെ ആൻസർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഒത്തിരി കുട്ടികൾ ആൻസർ അയച്ചു തന്നിട്ടുണ്ട്. അവർക്കൊക്കെ ഞങ്ങൾ റിപ്ലൈയും ചെയ്തു. താങ്ക് യു ഫോർ യുവർ വാം റെസ്പോൺസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 7 ആൺകുട്ടികളുടെ ശരാശരി ഭാരം 56 കിലോയാണ്. അവയിൽ 6 പേരുടെ ഭാരം 52, 57, 55, 60, 59, 55 എന്നിങ്ങനെയാണ്. 7ാമത്തെ കുട്ടിയുടെ ഭാരം കണ്ടെത്തുക. 7 കുട്ടികളുടെ ശരാശരി ഭാരം നമുക്കറിയാം 66 ആണ്. അതുകൊണ്ട് അവിടെ ആകെ ഭാരം = 56 × 7 392. 6 കുട്ടികളുടെ ഭാരം കാണാൻ എല്ലാം കൂടി കൂട്ടുക 338. 7ാമത്തെ കുട്ടിയുടെ ഭാരം എങ്ങനെ കിട്ടും? 392 - 338 54 കിലോഗ്രാം എന്ന് കിട്ടും. അപ്പോൾ എല്ലാം കൂടി അത്രയേ ഉള്ളൂ അതിൻ്റെ ആൻസർ. 2ാമത്തെ ചോദ്യം, 35 വിദ്യാർത്ഥികളുടെ ശരാശരി ഭാരം 45 കിലോയാണ്. അധ്യാപകന്റെ ഭാരം ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ശരാശരി ഭാരം 1 കിലോഗ്രാം വർദ്ധിക്കും. അധ്യാപകന്റെ ഭാരം കണ്ടെത്തുക. 35 കുട്ടികളുടെ ഭാരം 45 ആണ്. അപ്പോൾ ശരാശരി. അപ്പോൾ അവിടെ 35 കുട്ടിയുടെ ആകെ ഭാരം കാണാൻ 35 × 45 1575 എന്ന് കിട്ടും. അധ്യാപകന്റെ ഭാരം കൂട്ടുമ്പോൾ ശരാശരി 45 + 1 46 മാറും. അത് വെച്ച് നമുക്ക് മൊത്തം ആൾക്കാരുടെ ഭാരം കാണാം. 46 × 36 45 എന്നുള്ള 1 കൂടുമ്പോൾ 46 ആവും. 35 അധ്യാപകന് കൂടെ 36 ആവും. അങ്ങനെ 1656 എന്ന് കിട്ടും. അധ്യാപകന്റെ ഭാരം കാണാനായിട്ട് എല്ലാവരുടെയും ഭാരം മൈനസ് വിദ്യാർത്ഥികളുടെ ഭാരം. അപ്പോൾ നമുക്ക് 1656 - 1575 81 കിലോഗ്രാം എന്ന് കിട്ടും. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 3ാമത്തെ ചോദ്യം, 87, 84, 86, 90, 82, 88, 78 അക്കങ്ങളുടെ ശരാശരി കണ്ടെത്തുക. ശരാശരി നമുക്കറിയാം ആകെ തുക ബൈ ആകെ എണ്ണം. എല്ലാം കൂടി കൂട്ടുക 595 എന്ന് കിട്ടും. എണ്ണം എത്രയാണ്? 7 ആണ്. ശരാശരി കാണാൻ 595/7 85 എന്ന് കിട്ടും. എളുപ്പമുള്ളൊരു ചോദ്യമാണ്. 4ാമത്തെ ചോദ്യം, 9 ഇന്നിങ്സുകളിൽ നിന്നും ബാറ്റ്സ്മാന്റെ ശരാശരി 70 റൺസാണ്. 10ാമത്തെ ഇന്നിങ്സിൽ അദ്ദേഹം 100 റൺസ് നേടി. അയാളുടെ പുതിയ ശരാശരി എന്ത്? 9 ഇന്നിങ്സിൽ ആകെ സ്കോർ ചെയ്ത് കണ്ടുപിടിക്കാൻ 9 × ശരാശരി 70, അപ്പോൾ 630 എന്ന് കിട്ടും. 10ാമത്തെ ഇന്നിങ്സിൽ എത്ര നേടി? 100 നേടി. 10 ഇന്നിങ്സുകളുടെ തുക കാണാൻ ഈ 630 + 100 ചെയ്യുക 730 എന്ന് കിട്ടും. 10 ഇന്നിങ്സുകളുടെ ശരാശരി കാണാൻ ആകെ തുക ബൈ എണ്ണം 730/10 73 റൺസ് എന്ന് കിട്ടും. അവസാനത്തെ ചോദ്യം, 5 സംഖ്യകളുടെ ശരാശരി 60 ആണ്. ആദ്യത്തെ 4 സംഖ്യകൾ 45, 42, 119, 84 എന്നിവയാണെങ്കിൽ അവസാന സംഖ്യ എന്തായിരിക്കും? 5 സംഖ്യകളുടെ ശരാശരി 60 ആണ്. അത് നമുക്ക് 5 സംഖ്യകളുടെ തുക കിട്ടും. 60 × 5 300. 4 സംഖ്യകളുടെ തന്നിട്ടുണ്ട്. അവ കൂട്ടിയാൽ അവയുടെ തുക കിട്ടും 290. അതുകൊണ്ട് 5ാമത്തെ സംഖ്യ = 5 സംഖ്യകളുടെ തുക മൈനസ് 4ാമത്തെ സംഖ്യ 300 - 290 10 എന്ന് കിട്ടും. ഞാൻ ഒന്നുകൂടി പറയുവാണ്, നിങ്ങൾ ഇതുവരെ ടെസ്റ്റ് എഴുതി ഇല്ല എങ്കിൽ ഇപ്പം തന്നെ ഇതിന് താഴത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ടെസ്റ്റ് പേപ്പറിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ആൻസർ ഞങ്ങൾക്ക് അയച്ചു തരിക. ഞങ്ങൾ നോക്കി റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ദെൻ ഈ ശരാശരി എല്ലാ ഭാഗങ്ങളുടെയും ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുണ്ട്. അതെല്ലാം കാണുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.